ജാമ്യം കിട്ടണമെങ്കിൽ കോടതിക്ക് സത്യാവസ്ഥ മനസ്സിലാവണം. മോളെ വിഷ്ണു, പേടിക്കണ്ട സത്യാമ്മേ, വിഷ്ണുവേട്ടന് ജാമ്യം കിട്ടിയിരിക്കും. ശാലിനിയാ പറയുന്നത്. അച്ഛാ പറഞ്ഞു. മോളെ, എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നല്ലോ. എന്താ അച്ഛാ കാര്യം? അതൊക്കെ ഞാൻ നേരിട്ട് പറയാം. ശരി, ഞാൻ വരാം അച്ഛാ. ഓ, അച്ഛന് അത്യാവശ്യമായിട്ട് എന്നെ ഒന്ന് കാണണമെന്ന്. നിങ്ങൾ അവളെ വിളിച്ചിട്ടെല്ലാം പറയാനുള്ള ഒരുക്കമാണോ? എന്തു പറയാൻ? ഗോപാലട്ട്, ഇവിടെ നടന്നതൊക്കെ ഞാൻ അവളോടൊന്നും പറയാൻ പോകുന്നില്ല. പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അവൾ ആദ്യം വിളിക്കുന്നതേ ആ ശ്രീരഞ്ജിനി ആയിരിക്കും. എന്നിട്ട് നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറയും. കാരണം നീതിയും നിയമവും കളക്ടർ വില കൊടുത്ത് വാങ്ങിയെന്നേ പിന്നീട് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കരുതല്ലോ. അങ്ങനെ ഞാൻ പോവാണെങ്കിലേ എൻ്റെ ഒപ്പം നീ ഉണ്ടെന്ന് ഞാനങ്ങ് പറയും. അമ്മയും കൂടി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ കളക്ടർമോട് തന്റെ ആദർശമൊക്കെ അങ്ങോട്ട് മാറ്റിവെക്കും. ഒരിക്കലും ഇല്ല ഗോപാലട്ടാ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ശിക്ഷ അനുഭവിക്കണമെന്നേ നമ്മുടെ മോള് പറയൂ. അതിന് കാരണം അവളെ നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കറിയാം. വിഷ്ണുവിന്റെ കാര്യത്തിലും അവൾ അങ്ങനെ ഒരു നിലപാടാണ് എടുത്തത്. വിഷ്ണു നിരപരാധിയാണെങ്കിൽ അവൾ വിഷ്ണുവിനെ പുറത്തു കൊണ്ടുവന്നിരിക്കും എന്നാണ് പറഞ്ഞത്. ശാരദ, ഇവിടെ നീയും കുറ്റം ചെയ്തിട്ടില്ല, ഞാനും കുറ്റം ചെയ്തിട്ടില്ല. വിഷ്ണു ഇതിൽ പങ്കാളിയുമല്ല. പിന്നെ എന്തിനാ നമ്മൾ ഈ കാര്യത്തിൽ ഇങ്ങനെ ഭയക്കുന്നത്? ഭയം എനിക്കല്ലല്ലോ, നിങ്ങൾക്കല്ലേ. നീ തന്നെ ഇത് പറയണം. നീ മോളെ പോലെ ഒരു പെങ്കൊച്ചനെ ഇവിടെ കെട്ടി താമസിപ്പിച്ചതുകൊണ്ടല്ലേ ഈ കണ്ട പ്രശ്നമൊക്കെ ഉണ്ടായത്. അപ്പൊ ഇതിന്റെ എല്ലാം മൂല കാരണം നീ തന്നെയാ. ആഹാ, അവിടെ നിന്നേ. ആ പെൺകുട്ടി ആരാ? അവളെ ആരാ ഇവിടെ കൊണ്ടുവന്നത്? എന്റെ ഭർത്താവിന്റെ രണ്ടാം ഭാര്യയിലെ മകനെ രണ്ടാം സ്ഥാനം നൽകി കാണാനൊന്നും എനിക്ക് പറ്റില്ല. അവനും എന്റെ മോൻ തന്നെയാ. ഞാൻ പ്രസവിക്കാത്ത എന്റെ മകനായിട്ട് തന്നെയാ ഞാൻ അവനെ കാണുന്നത്. അവനൊരു പെൺകുട്ടിയെ അവന്റെ ഇഷ്ടത്തിന് വിളിച്ചോണ്ട് വന്ന് ഇവിടെ നിർത്തണമെന്ന് പറയുമ്പോ എനിക്കങ്ങനെ മനസാക്ഷിയില്ലാതെ പെരുമാറാനൊന്നും പറ്റില്ല. ഇവിടെ നിർത്തില്ലെന്ന് പറയാനും പറ്റില്ല. വേണ്ട, പറയണ്ട. എന്നിട്ട് ഇപ്പൊ ആരുണ്ട്? നിർത്തിയവരും പറഞ്ഞവരൊന്നും പഠിത്തില്ലല്ലോ. ഞാൻ മാത്രമുണ്ടായി. എനിക്കങ്ങനെ ഇട്ടേച്ചു പോകാൻ പറ്റില്ലല്ലോ. ഗോപാലട്ടാ, എനിക്കിപ്പോ ഒന്നേ പറയാനുള്ളൂ. മക്കൾക്ക് മുന്നിൽ മനസ്സ് തുറക്കുമ്പോ ഉള്ളിന്റെ ഉള്ളിൽ പുറത്തറിയരുതെന്ന് കരുതുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഇരിക്കട്ടെ. എടുത്തു ചാടി ഒന്നും പറഞ്ഞേക്കരുത്. പേടിയാ. എടുത്തു ചാടി ഓരോന്ന് ചെയ്തതിനൊക്കെ അനുഭവിക്കുന്നത് കൊണ്ടുള്ള പേടി. ഇപ്പോഴെങ്കിലും അത് നിനക്ക് മനസ്സിലായല്ലോ. അത് തന്നെ വലിയ ഭാഗ്യം.